ചാനൽ 30 ട്രാവൻകൂർ കമ്മ്യൂണിക്കേഷന്റെ ദൃശ്യവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രമേഹ രോഗികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. പ്രമേഹ രോഗത്തെക്കുറിച്ച് ഇന്ന് വിശദമായി നമ്മോട് സംസാരിക്കുവാൻ ഇവിടെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശ്രീ ഗിരീഷ് കുമാർ വൈദ്യൻ, പാരമ്പര്യ നാട്ടുവൈദ്യ സംഘം തട്ടത്തുമല. വൈദ്യരെ, എന്താണ് ഈ പ്രമേഹ രോഗം? ഈ പ്രമേഹം നമ്മൾ മോഡേൺ മെഡിസിൻ്റെ ഇന്നുവരെ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ ആയുർവേദത്തിൻ്റെ വീക്ഷണം പറഞ്ഞ ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ നല്ലത് നമ്മൾ പഠിച്ചുകൊണ്ട് വന്ന സയൻസിൻ്റെ ഭാഗമായിട്ട് ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം. പക്ഷേ പെട്ടെന്നത് ആൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നൊരു സയൻസ് ഉണ്ട്, നമ്മൾ സ്കൂളിൽ പഠിച്ചൊരു സയൻസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ പറയുകയാണെങ്കിൽ എളുപ്പമായിരിക്കും ആൾക്കത് ഗ്രാസ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ പറയാം. മോഡേൺ മെഡിസിൻ ഏതാണ്ട് ഒരു ആദ്യ കാലഘട്ടത്തിൽ 15 വർഷം മുൻപ് മോഡേൺ മെഡിസിൻ പറഞ്ഞിരുന്നത് ഇൻസുലിൻ്റെ സഹായത്തോടെയാണ് രക്തത്തിൽ നിന്ന് ഗ്ലൂക്കോസിനെ ശരീരം സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്വീകരിക്കുന്നതിന് ആവശ്യമായ ഇൻസുലിൻ വേണം. ആ ഇൻസുലിൻ പാങ്ക്രിയാസിലെ ബീറ്റാ സെൽസ് എന്ന് പറയുന്ന സെൽസാണ് ഉണ്ടാക്കുന്നത്. ആ ബീറ്റാ സെൽസിൻ്റെ അപചയം അല്ലെ അതിൻ്റെ നാശം കൊണ്ട് ഈ ഇൻസുലിൻ ഉണ്ടാകുന്നില്ല പാങ്ക്രിയാസിൽ. ഇതിപ്പോൾ ഒരു 10-16 വർഷം മുമ്പുള്ള മോഡേൺ മെഡിസിൻ്റെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട്. ആദ്യം അങ്ങനെയായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. ഇപ്പം അത് മാറി അതല്ല കാരണം, ഈ ബീറ്റാ സെൽസ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കാത്തതല്ല കാരണം, പകരം ബീറ്റാ സെൽസ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ശരീരത്തിലെ ഇന്റേണൽ ഓർഗൻസിൻ്റെ താളം തെറ്റുന്നത് കൊണ്ട് അതിന് രക്തത്തിലേക്ക് കിട്ടുന്നില്ല. പകരം വൃക്കയോ അല്ലെ കരളോ അല്ലെങ്കിൽ ഈ പാങ്ക്രിയാസിലെ തന്നെ മറ്റേതെങ്കിലും ഭാഗമോ അതിനെ സക്ക് ചെയ്തു പോകുന്നു, എടുത്തു പോകുന്നു. അത് രക്തത്തിലേക്ക് എത്തപ്പെടുന്നില്ല. ഈ സാഹചര്യമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാനും വേറൊരു വർഷം വന്നു കഴിഞ്ഞു. ഇപ്പോൾ അത് ഇൻസുലിനെ ബോഡി റെസിസ്റ്റ് ചെയ്യുന്നു. ഇൻസുലിനെ ശരീരത്തിന് എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ശരീരം അതിനെതിരെ റെസിസ്റ്റ് ചെയ്യുന്നു, അതിനെ പ്രതിരോധിക്കുന്നു എന്ന കാഴ്ചപ്പാടിലേക്ക് മോഡേൺ മെഡിസിൻ എത്തിയിരിക്കുന്നു. അപ്പോൾ ആയുർവേദത്തിൽ ഞങ്ങളുടെ കാഴ്ചപ്പാട് ഈ ആയുർവേദം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പാരമ്പര്യ വൈദ്യ മേഖലയുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് വ്യത്യസ്തമായ ഓരോരുത്തർക്ക് അവരുടെ ദേശകാലത്തെ അനുസരിച്ച് അതിന് വ്യത്യാസമൊക്കെ വന്നേക്കാം. എങ്കിലും പൊതുവായ ഒരു കാഴ്ചപ്പാടുള്ളത് ഇതൊരു വാതരോഗമാണ്. പ്രമേഹവും ഒരു വാതരോഗമാണ്. വാതരോഗത്തിനുള്ള എല്ലാ ലക്ഷണങ്ങളും എല്ലാ സിംറ്റംസും ഈ പ്രമേഹത്തിലുമുണ്ട്. വാതരോഗിക്ക് മുട്ടുവേദന കാണും, ഗ്യാസ്ട്രിക്കിന്റെ പ്രശ്നം കാണും, ജോയിന്റുകളുടെ സന്ധികൾക്കുള്ള വേദനകൾ ഉണ്ടാവും, ഡൈജഷൻ പ്രശ്നം, ദഹനപ്രക്രിയ പ്രശ്നമായിരിക്കും. ഇതെല്ലാം ഈ പ്രമേഹത്തിന്റെ അവസ്ഥയിലും കാണും. മാത്രമല്ല വാതരോഗി പൊതുവെ അല്പം മന്ദതയുള്ള ആളാണ്. എല്ലാ വാതരോഗിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു നോക്കിയാൽ മിക്കവാറും 90% ആളുകളും വാതരോഗികൾ എനിക്ക് വയ്യ എന്ന് പറയുന്ന ആളുകളാണ്. പ്രമേഹ രോഗിയും അതേ കാഴ്ചപ്പാടിലാണ്. ഇതിന് സംസ്കൃതത്തിൽ മധുമേഹം എന്നാ പറയുന്നത്. മധു എന്ന് വെച്ചാൽ മധുരം അല്ലെങ്കിൽ തേൻ. ഇതിനോടെ മധുരം തേൻ എന്നൊക്കെ സംസ്കൃതി മധു എന്ന വാക്കിന്റെ അർത്ഥം. മധുരത്തിനോടുള്ള അല്ലെങ്കിൽ ഗ്ലൂക്കോസിനോടുള്ള ശരീരത്തിന്റെ ആഗ്രഹമാണ്. എനിക്ക് ഗ്ലൂക്കോസ് വേണം എന്ന് ശരീരം നമ്മളോട് ആവശ്യപ്പെടുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ പ്രമേഹം. ശരീരത്തിന്റെ ആവശ്യത്തിന് ഗ്ലൂക്കോസ് കിട്ടുന്നില്ല. അതിന് ഗ്ലൂക്കോസിനെ പ്രതിരോധിക്കുകയല്ല വേണ്ടത്. നമ്മൾ മോഡേൺ മെഡിസിനായിട്ടുള്ള തർക്കം അതാണ്. മോഡേൺ മെഡിസിൻ ഇതിനെ ഗ്ലൂക്കോസ് അകത്തേക്ക് ചെല്ലണ്ട എന്നാ പറയുന്നത്. ഗ്ലൂക്കോസ് കലർന്ന ഭക്ഷണങ്ങൾ അകത്തേക്ക് ചെല്ലണ്ട എന്നാണ് മോഡേൺ മെഡിസിൻ പറയുന്നത്. പക്ഷെ അതല്ല, ഗ്ലൂക്കോസ് അകത്തേക്ക് ചെല്ലണം. ഈ അകത്തേക്ക് ചെല്ലുന്ന ഗ്ലൂക്കോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ അതിന്റെ ബോഡിക്ക് മാംസത്തിന് കിട്ടത്തക്ക തരത്തിലേക്ക്, രക്തത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പോകണം, മാംസത്തിലേക്ക് എത്തണം. ഈ മാംസത്തിലേക്ക് എത്തിക്കാനുള്ള അവിടുത്തെ ഉൾപ്രേരകമാണ് ഇൻസുലിൻ. അത് കഴിഞ്ഞിട്ടും ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിൽ 3-4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ നമ്മുടെ ശരീരം രക്തത്തിലേക്ക് എത്തപ്പെട്ട പ്രോട്ടീൻസ് അല്ലെങ്കിൽ അന്നജം, അത് ഒത്തിരി ഘടകങ്ങൾ മാറിപ്പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുക. പക്ഷെ അത് കഴിഞ്ഞ് മാംസത്തിൽ നിന്ന് മേധസ്സിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയിൽ ഈ ഇൻസുലിന് പകരമായി മറ്റെന്തോ ഒരു രാസത്വരകം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതെന്തുവാണെന്ന് മോഡേൺ മെഡിസിനും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. ശരീരം അത് ആ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ശരീരത്തിന്റെ ആകെ മൊത്തത്തിലുള്ള താളം തെറ്റലാണ് യഥാർത്ഥത്തിൽ പ്രമേഹത്തിന്റെ കാരണം.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ താളം തെറ്റൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാ താളം തെറ്റിയെന്ന് നമ്മൾ ഇന്ത്യൻ കോൺഗ്രസ് പ്രവർത്തിക്കണമെങ്കിൽ അവിടെ ഒരു നിശ്ചിത ചൂടും മർദ്ദവും വേണം. നമ്മളെ അന്തരീക്ഷം നമ്മളെ താഴേക്ക് അമർത്തുന്നുണ്ട്. അന്തരീക്ഷം മർദ്ദം നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ അമർത്തുന്നുണ്ട്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ശരീരവും തിരിച്ചു തള്ളുന്നുണ്ട്. ശരീരത്തിനുള്ളിലെത്തിയ വായു തിരിച്ചു തള്ളുന്നുണ്ട്. അപ്പൊ അവിടെ ആ തള്ളലിന്റെ അകത്തേക്കുള്ള തള്ളലിനും പുറത്തേക്കുള്ള തള്ളലിനും ആ നിമിഷോന്മേഷമാണ് നമ്മുടെ ദേഹത്തിലെല്ലാം പ്രതിഫലിപ്പിക്കുന്നത്. അതിന് വരുന്ന താളം തെറ്റൽ, അന്തരീക്ഷത്തിന്റെ മർദ്ദത്തിനെ താങ്ങാൻ കഴിയാത്തൊരവസ്ഥ ശരീരത്തിന്റെ പേശിക്ക് ഉണ്ടാകുന്നു. ഈ അകത്തുനിന്നുള്ള തള്ളലും പുറത്തുനിന്നുള്ള തള്ളലും, അന്തരീക്ഷത്തിന്റെ മർദ്ദം അവിടെ അനുഭവപ്പെടുന്നു, നമ്മുടെ ഉള്ളിലെത്തിയ വായുവിന്റെ ആ പുറത്തേക്കുള്ള തള്ളല് അനുഭവപ്പെടും. ഞങ്ങൾ അതിനെ പ്രാണന്റെ തള്ളൽ എന്നൊക്കെയാ പറഞ്ഞു, പ്രാണന്റെ തള്ളനം എന്ന് പറയാം. ആ പ്രാണന്റെ തള്ളവും അന്തരീക്ഷത്തിന്റെ തള്ളലും തങ്ങളൊരു താതാത്മ്യം പ്രാപിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. ഈ അവസ്ഥയാണ് ഞങ്ങളാകെ മൊത്തം പ്രമേഹം അല്ലെ മധുമേഹം എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യരെ, ഈ പ്രമേഹം വരാതെ എങ്ങനെ നമുക്ക്, കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുടെ എണ്ണം കൊച്ചുകുട്ടികളുടെ അടക്കം വളരെ അധികം ആൾക്കാരിലേക്ക് പ്രമേഹം വന്നുകൊണ്ടിരിക്കുന്നു. ഇത് വരാതിരിക്കുവാൻ സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു ഉപദേശം, വരാതെ എങ്ങനെ ജീവിക്കാം, വരാതിരിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രമേഹം എന്നല്ല, നമ്മുടെ ഒരു കാര്യം അത് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല. അതായത് നമ്മളൊക്കെ ഒരു കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന എല്ലാം നല്ലതും ഇപ്പം നടക്കുന്ന എല്ലാം മോശമാണെന്ന് പറയുന്ന ഒരു പഴഞ്ചനാശയം പറയുകയല്ല. അത് ആളുകളെല്ലാം കേട്ട് പഴക്കം വന്ന. കഴിഞ്ഞ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, രോഗമുണ്ടാക്കാനുള്ള സാഹചര്യം എല്ലാ തലത്തിൽ നിന്നും ഉണ്ടാവുക. അതൊന്നും ആരും അറിയാതെ നടന്നു പോകുന്നൊന്നുമല്ല. ബോധപൂർവം രോഗമുണ്ടാക്കാനുള്ള സാഹചര്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതൊരു വസ്തുതയാണ്. അത് നമ്മൾ ഏതെങ്കിലും ജനങ്ങളിൽ അവയർനെസ് ഉണ്ടായിരുന്ന രീതി മാറുന്നതല്ല. അത് യഥാർത്ഥത്തിൽ മാറ്റാൻ അതിന് ചുമതലപ്പെട്ടത് ഭരണാധികാരികളാണ്. അത് പൊളിറ്റിക്സ് ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ ഒരു വലിയ വിഷയമാണ്. എന്തായാലും നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക്, ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്പം അറിവുകളുള്ള ആളുകൾക്ക് പോലും മനസ്സിലാവുന്ന തരത്തിലേക്ക് അത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ പിന്നെ ഇവിടെ ഈ ഒരു രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെയോ അധികാരം കൈയാളുന്ന ആളുകൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവാഞ്ഞിട്ടല്ല, ആകണ്ട എന്ന് ധരിക്കുന്നുണ്ട്. അത് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. മനസ്സിലായത് പുറമേ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവരെന്തൊക്കെയോ വാങ്ങുന്നു. അതതിന്റെ വസ്തുത, അല്ലാതെ അറിയാതെ ആണ് എന്ന് കരുതണ്ട. അതായത് കേരളത്തിനെ, എസ്പെഷ്യലി കേരളത്തിനെ ഒരു രോഗത്തിന്റെ കലവറയാക്കി മാറ്റാനുള്ള എല്ലാവിധ ശ്രമവും നടന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആളുകൾ ശരിയായ അവയർനെസ് ഇല്ല. ഇത് നമ്മളിപ്പോ ആളുകളെ എങ്ങനെ ധരിപ്പിക്കുക? നല്ല എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ, അവര് നമ്മുടെ ചികിത്സയ്ക്കൊക്കെ വരുമ്പോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് നടക്കുന്ന ചില തുറന്ന സംസാരങ്ങളിലൊക്കെ പറയുന്ന കേട്ടാ നല്ല വിഡ്ഢിത്തരാ പറയുന്നത്. അവർക്ക് ഇതേക്കുറിച്ച് ഒരു ധാരണയില്ല. ഇത് കുറച്ച് സാമാന്യന് അക്കാഡമിക്കൽ വിദ്യാഭ്യാസം കിട്ടാത്ത ആളുകൾ എന്താ കരുതുന്നേ? ഇവര് പറയുന്നത് ശരിയാണെന്നല്ലേ കരുതും. അവര് അത്രമേ അവരെ ചിന്തയിൽ ഈ ഒരു ആർട്ടിഫിഷ്യലി സയൻസ് എന്ന് പറയാം, അത് നിർമ്മിക്കപ്പെട്ട ഒരു സയൻസ്, ഇതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടത്. അത് മോശത്തിലേക്ക്, സയൻസിന്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ നല്ലതാണ്, സയൻസ് നല്ലതാ. കാര്യം ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം, ശാസ്ത്രത്തിന്റെ പുരോഗതിയെല്ലാം മാനവരാശിക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ പലപ്പോഴും അങ്ങനെ അല്ലാതെ കണ്ടുപിടിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു ഗുണകരമല്ലല്ലോ. മനുഷ്യന്റെ ചിന്തയും പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്ന സമൂഹത്തിന്, നാളത്തെ സമൂഹത്തിന് ഗുണം ആകാൻ വേണ്ടി ശാസ്ത്രത്തിന്റെ സഹായം തേടിയാൽ, ശാസ്ത്രത്തിന്റെ സഹായത്തോടെ നടക്കുന്നെങ്കിൽ അത് ഒരു വലിയ ഗുണകരമല്ലേ, വലിയൊരു മാറ്റമാണ്, വലിയൊരു മെച്ചമാണ്. ആ മെച്ചത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ന സമൂഹം നിലനിന്ന് പോകുന്നത്. പക്ഷേ അങ്ങനെ ആകരുത് എന്ന് ധരിക്കുന്ന ചില കണ്ടുപിടുത്തങ്ങൾ വരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചോളം പ്രമേഹം ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് തന്നെ വ്യായാമക്കുറവാണ്. ഈ വ്യായാമം ചെയ്യാൻ പറയുന്നതിന് പകരം ഈ പ്രമേഹ രോഗിയെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ ഇൻസുലിൻ അങ്ങോട്ട് കൊടുക്കുകയല്ലേ. ഈ ഇൻസുലിൻ കൊടുക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്താ? ഇൻസുലിൻ കൊടുക്കണ്ടെന്ന് ഇൻസുലിനെതിരൊന്നും അല്ല. ഒരു ഘട്ടത്തിൽ ഇൻസുലിൻ കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കുന്നത് തെറ്റല്ല. അയാൾക്ക് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി നിൽക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ചികിത്സ ആവശ്യം വരുന്നു. പക്ഷേ അത് കഴിയുമ്പോൾ നിങ്ങളൊരു ജീവിതശൈലി തുടരണം എന്ന് പറയണ്ടേ? അത്തരത്തിലുള്ള അവയർനെസ് ഇല്ല. ഇത് എവിടെ തുടങ്ങേണ്ടതാ? ഇത് നമ്മുടെ സ്കൂൾ തലത്തിൽ തുടങ്ങേണ്ടതാ. ഇതൊരു 35 വയസ്സ് കഴിഞ്ഞിട്ട് പ്രമേഹം ബാധിച്ചതിന് ശേഷം തുടങ്ങേണ്ടതല്ല. കുഞ്ഞുങ്ങളിൽ
പഠിപ്പിക്കുന്ന കാലഘട്ടങ്ങളിൽ തുടങ്ങേണ്ടതാ ഈ സയൻസിനെ കുറിച്ചുള്ള അവയർനെസ്. അല്ലാതെ വരുമ്പോ എന്താ വരുന്നത്? അല്ലാതെ വരുന്നത് സയൻസിന്റെ അടിമകളെ ഉണ്ടാക്കുക. ചിന്തിക്കുന്ന നന്മയിലേക്ക് തിരിച്ചു പിടിച്ച തലച്ചോറല്ലാത്ത കാശ് കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഉപോൽപ്പന്നമായി മാറ്റുന്ന ഒരു സയൻസാണ് മുന്നിൽ വരുന്നത്. അത് പലപ്പോഴും ഏതെങ്കിലും കമ്പനികളുടെയോ അല്ലെങ്കിൽ ആഗോള കുത്തക ഭീകരന്മാരുടെയോ സയൻസാണ്. ആ സയൻസാണ് സയൻസ് എന്ന് പഠിപ്പിക്കുന്നത് പോലും കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. സയൻസിനെതിരെ പറഞ്ഞുവിടാൻ നിയമമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചുരുക്കി പറയുന്നത്. അപ്പോൾ ഈ സയൻസിനെ സംബന്ധിച്ചുള്ള നിർവചനം തന്നെ യഥാർത്ഥത്തിൽ ഇത് നിരന്തരം വിപുലപ്പെടുകയും അടിക്കടി മാറ്റപ്പെടുകയും ചെയ്യുന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടുള്ള സത്യമായിരിക്കണം. അതാണ് സയൻസ് നിർവചനം. ആ സയൻസിലേക്കാണ് വരേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹം സയൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും മുതലാളിത്തത്തിന്റെയോ അല്ലെങ്കിൽ മാഫിയയുടെയോ നിർമ്മാണത്തിനോ വളർച്ചയ്ക്കോ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഘടകങ്ങളെ സയൻസിന്റെ മേലങ്കി അണിയിച്ച് അവതരിപ്പിക്കുക. ഒരു പ്രമേഹ രോഗി ആവുന്നതിന് മുമ്പേ അവനോട് പറയണമല്ലോ, ദിവസം നീ ഇത്ര ഒരു അരമണിക്കൂറെങ്കിലും നീ ഒന്ന് വ്യായാമം ചെയ്യണം, ഒന്ന് വിയർക്കണം. ശരീരത്തിന്റെ അർത്ഥപ്രാണൻ ഉപയോഗിച്ച്, ദേഹത്തിന്റെ അർത്ഥപ്രാണൻ ഉപയോഗിച്ച് അല്പം വിയർക്കുന്ന നിലയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കപ്പെടണം. ഇതിന് നമ്മുടെ മോഡേൺ സമൂഹം പരിഷ്കരിച്ച് പോകുമ്പോൾ വിയർക്കണ്ട എന്നൊരവസ്ഥയിലെത്തിയിരിക്കും. വിയർക്കേണ്ടതാ. ഈ പ്രമേഹം ഒഴിവാക്കാൻ ആദ്യം വേണ്ടത് വിയർക്കേണ്ടതാ. ഇത് വിയർക്കരുത് എന്ന് പഠിപ്പിക്കുക സമൂഹം. അതിന് ചില സോപ്പുകളുടെ പെർഫ്യൂമുകളുടെ ഒക്കെ നിർമ്മാതാക്കള് ഈ വിയർപ്പ് എന്തോ ഏറ്റവും മോശമായ സാധനമായിട്ട് ചിത്രീകരിക്കുക. അങ്ങനെ ഒരു പുതിയ സമൂഹം ഇത് കണ്ടല്ലേ പഠിക്കുന്നേ. ടി വിയിലല്ലേ അവൻ ആദ്യം നോക്കുന്നേ. ഒരു ലേഡി പിന്നെ വിയർപ്പിന്റെ ഗന്ധം കൊണ്ട് തല മാറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടല്ലേ. അപ്പൊ അവൻ പഠിച്ചു വരുന്ന അവനും എന്താ കരുതുന്നേ, എന്നെയും വിയർത്ത് മാറും, എൻ്റെ പിന്നെ ലവർ എന്നെ കളഞ്ഞിട്ട് പോകും എന്ന സിമ്പിളായ ഒരു കുഞ്ഞിന്റെ മനസ്സിൽ തോന്നുന്നത്. അപ്പൊ അവനും വിയർക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. വിയർക്കാതിരിക്കാനുള്ള തൊഴിലേക്ക് ശ്രദ്ധിക്കുന്നു. അതൊക്കെ തൊഴിൽ ചെയ്തോട്ടെ, പക്ഷേ വിയർക്കാത്ത തൊഴിൽ തന്നെ എല്ലാവർക്കും കിട്ടട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ അവന്റെ ശരീരത്തിന്റെ ആവശ്യം ത്രിമലങ്ങളിൽ ഒന്നാ വിയർപ്പ്. അത് പുറത്ത് കളയാൻ കഴിയുന്ന തരത്തിൽ അവൻ സ്വന്തമായി വിയർക്കുന്ന ഒരു പദ്ധതി ഉണ്ടാവും. അതവനെ പഠിപ്പിക്കണം, അമ്മയച്ഛനും പഠിപ്പിക്കണം. അത് ടി വിയിലും ഇത് ഇത്തരം കാര്യങ്ങളിൽ വരുന്ന മോശമായ അവയർനെസ് എടുക്കാൻ പറ്റാത്ത തലമുറ ഉണ്ടാവണം. പിന്നെന്താ, ഭക്ഷണത്തിന്റെ പ്രശ്നം. ഭക്ഷണത്തിന്റെ രസകരമായി ഞങ്ങളൊക്കെ ഒരു 50 വയസ്സ് ഉള്ള ആളുകളാണ്. അപ്പൊ അതിന് മുമ്പുള്ള തലമുറ കുറച്ചും കൂടി കഷ്ടപ്പെട്ട ആ ഭക്ഷണം കണ്ടെത്തിയിരുന്നു. ഇന്ന് സമൂഹത്തിന്റെ ഭക്ഷണ രീതി ഒട്ടും കഷ്ടപ്പെടാതെ ആഹാരം കഴിക്കുന്ന രീതി, ഒട്ടും കഷ്ടപ്പാടില്ല. ഈ കഴിക്കുന്നതൊക്കെയോ ടിന്നിൽ അടച്ചതും പ്രിസർവേറ്റീവ്സ് കലർന്നതുമായ ഫുഡാണ്. സോഡിയം ബെൻസോയിക് ആസിഡോ ചേർക്കാത്ത മരുന്നുകൾ പോലും ഇല്ല. ഈ നിലയിലേക്ക് ഒരു കോമൺലി അങ്ങ് പറഞ്ഞ അത്തരത്തിലേക്ക് ചിന്തിക്കേണ്ടി വരുന്നു. പല ആയുർവേദ മെഡിസിനുകളിൽ പോലും ബെൻസോയിക് ആസിഡോ സോഡിയം ബെൻസോവൈറ്റോ ചേർത്ത് വരും. അപ്പൊ ഭക്ഷണങ്ങളുടെ അവസ്ഥ എന്താ? ഇത് ടിന്നിലടച്ച് വരുമ്പോൾ മനസ്സിലാവേണ്ട കീടനാശിനി ചേർത്ത ഫുഡാണ് കഴിക്കുന്നത്. പച്ചയ്ക്ക് വന്ന കീടനാശിനിയാണ് ചേർക്കുന്നത്. ഈ കീടനാശിനി ചെല്ലുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ കീടനാശിനി കലർന്ന ഭക്ഷണം മേടിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവനെ 35 വയസ്സ് വരെ പോകത്തില്ല. അതിനും പ്രമേഹം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാന്നാ കാര്യം. ഇത് അകത്തോട്ട് ചെല്ലുമ്പോൾ അകത്ത് ഇതിനെ വിഘടിപ്പിക്കേണ്ട ബാക്ടീരിയാസ് ഉണ്ട്, ഫുഡിനെ ആമാശയത്തിലുണ്ട്. അതെല്ലാം ചത്തുപോകും, അതെല്ലാം മരിച്ചു പോകും. അപ്പോ ഈ ഇൻസുലിനെ റെസിസ്റ്റ് ചെയ്യും ബോഡി. കാരണം ഈ കിടക്കുന്ന ഫുഡിൽ നിന്ന് എന്താ അകത്തേക്ക് ചെല്ലുന്നത് ശരീരത്തിന് അറിയില്ല. ശരീരത്തിന്റെ താളം തെറ്റും. ഈ താളം തെറ്റുണ്ടാക്കാനുള്ള പ്രധാന കാരണം ഭക്ഷണം. ഈ ഭക്ഷണം നമുക്ക് ദഹിക്കുന്ന ഭക്ഷണം ഏതാന്ന് ചോദിച്ചാൽ, നമ്മുടെ 3 തലമുറ കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ഫുഡാണോ ആ ഫുഡാണ് നമ്മുടെ ആമാശയത്തിന് സ്വീകാര്യമായത്. നമ്മളിപ്പോ അസോബറി ഒന്നും എടുത്ത് കഴിച്ചെന്നില്ല. അസോബറി നല്ല ഫുഡാന്ന് പറയുന്ന സാധനം. അതായത് ഈ സ്പേസിലൊക്കെ പോകുന്ന ആളുകൾക്ക് വാർദ്ധക്യം വരാതിരിക്കാനൊക്കെ ഉണ്ട്. പണ്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ, പണ്ട് ശീതസമരമുള്ള റഷ്യ അമേരിക്കയോട് ശീതസമരമുള്ള സമയത്താണല്ലോ സ്പൈസിൽ പോക്ക് ഒരു വലിയ കാര്യമായി കണ്ടത്. ചന്ദ്രനിൽ ഇറങ്ങാന്നൊക്കെ പറയുന്ന ആ സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഊർജ്ജം കിട്ടില്ല. അപ്പൊ പെട്ടെന്ന് വാർദ്ധക്യമാവും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ, അകാല വാർദ്ധക്യം ഉണ്ടാവാതിരിക്കാൻ സ്പൈസിൽ പോകുന്നവർക്ക് ഈ അസോബറിയുടെ എക്സ്ട്രാക്റ്റ് ആയിരുന്നു കൊടുക്കുന്നത്. ഈ ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന ഒരു പഴമായിരുന്നു ഈ അസോബറി. നമ്മൾ കാശ് മുടക്കി മേടിച്ച് നമ്മൾ കഴിച്ചിട്ട് കാര്യമില്ല. കാര്യം ഇത് ഡൈജസ്റ്റ് ആക്കാൻ നമ്മുടെ ശരീരത്തിന് അറിഞ്ഞുകൂടാ. ഇതൊരു 2 തലമുറ കഴിച്ചെങ്കില് പിന്നെ വരുന്നവൻ ഇത് ഡൈജസ്റ്റ് ആക്കാനുള്ള ബാക്ടീരിയാസ് ഉണ്ടാവത്തുള്ളൂ. നമ്മൾ കൊടുക്കുന്ന എന്താ?
എന്താ മെച്ചമെന്നാ നോക്കുന്നത്. നമ്മുടെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നത് ഏറ്റവും മെച്ചപ്പെട്ട ഫുഡ് കൊടുക്കണമെന്നാകിയ ഏറ്റവും മെച്ചപ്പെട്ട ഫുഡ് ഏതാ? നമ്മുടെ 3 തലമുറ മുൻപ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ കിട്ടുന്ന ചക്കയും മാങ്ങയും ഒക്കെ തന്നെ മെച്ചപ്പെട്ട ഫുഡ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കി, ചക്ക 4 ദിവസം കഴിച്ചിട്ട് ഈ ഡയബറ്റിക് ആയ പേഷ്യന്റിന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. വേറെ മെഡിസിൻ ഒന്നും വേണ്ട, ഷുഗർ ലെവല് താന്നു വരുന്നത് കാണാം. വളരെ പറ്റിക്കലല്ലേ ഇവിടെ നടക്കുന്നതൊക്കെ, വളരെ പറ്റിക്കല. നമ്മൾ ഏറ്റവും നല്ല ടെസ്റ്റ് അതാ ഈ ഫാസ്റ്റിംഗിൽ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും നല്ല ടെസ്റ്റ്, ഷുഗർ അളക്കാനുള്ള ഉപാധി. അതായത് ആഹാരം കഴിച്ച് 8 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുന്ന ടെസ്റ്റ്, പിന്നെ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്നത്. പക്ഷെ ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? ഡോക്ടേഴ്സ് പറഞ്ഞ് ഫലിപ്പിച്ചേക്കുന്നോ എങ്ങനെയോ അവൻ HbA1c ടെസ്റ്റ് എന്ന സാധനം, ഈ ഗ്ലൂക്കോസ് ഒക്കെ മണിക്കൂർ ഇടപെട്ട് കൊടുത്തിട്ട് എടുക്കുന്ന ടെസ്റ്റാണ്. ഈ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നത് 50 രൂപയെ മറ്റോ ആണെന്ന് തോന്നുന്നു സാധാരണ ലാബുകളിൽ ഈടാക്കുന്നത്. 30 രൂപ മുതൽ 50 രൂപ വരെ അതിന്റെ ഫീസ്. മറ്റത് ഏതാണ്ട് 700 രൂപയൊക്കെ ആവും തോന്നുന്നു. ഞാൻ ചെയ്തിട്ടില്ല, ഇപ്പൊ എന്റെ ഒരു ഏകദേശ കണക്കാണ് ഞാൻ പറഞ്ഞത്. HbA1c ടെസ്റ്റ് ലോകാരോഗ്യ സംഘടന പറഞ്ഞത് 75% പുറത്ത് ഫേക്കായ ടെസ്റ്റ്, HbA1c ടെസ്റ്റ്. ആ ടെസ്റ്റാ കൂടുതലും ചെയ്യിക്കുന്നത്. നമുക്ക് സന്തോഷം അതാ, എന്റെ കയ്യിൽ കാശുണ്ടെന്നേ. എന്റെ ഈ കാശ് ഏറ്റവും കൂടുതൽ എന്റെ ആരോഗ്യത്തിന് വിനിയോഗിക്കാൻ നമ്മൾ കാത്തിരിക്കുക. ചെയ്യുന്ന ടെസ്റ്റ് ഏതാ? പ്രമേഹം അറിയാൻ നമ്മൾ എടുക്കുന്ന ടെസ്റ്റ് ഏറ്റവും ഫേക്കായ ടെസ്റ്റാ. അത് ആര് പറയുന്നതാ? ഈ മോഡേൺ മെഡിസിന്റെ ആളുകൾ തന്നെ നടത്തുന്ന സാധനമാണല്ലോ ഈ ലോകാരോഗ്യ സംഘടന എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു നമ്മളെ കരുതി വെച്ചേക്കുന്നല്ലേ എല്ലാ രാഷ്ട്രത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയുണ്ടാക്കുന്ന സാധനം അല്ലത്. അവിടെ എല്ലാ രാഷ്ട്രത്തിലെയും ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി ചേർന്ന് അങ്ങനെ ഉണ്ടാക്കി രൂപം കൊടുക്കുന്നതല്ല. അതിന്റെയൊക്കെ ഫണ്ടിങ് ഒക്കെ വേറെ നിലയില്ല. അത് പൊക്കോട്ടെ. എന്ന് അവർ പോലും പറയുന്നത് ഇത് 75% പുറത്ത് ഫേക്കായ ടെസ്റ്റ് ആണ്. ഇതാ നമുക്ക് താല്പര്യം. അപ്പൊ ഈ ചികിത്സാ പദ്ധതി അവിടെ ചെന്ന് നിൽക്കുന്നുള്ള. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നമുക്കൊരു പനി വരുന്നു. പനി വന്ന് നമ്മളൊരു ആശുപത്രി ഏതെങ്കിലും ചികിത്സകന്റെ ഒരാഴ്ച ചികിത്സിക്കുന്നു. ഒരാഴ്ച ചികിത്സിച്ചിട്ട് മരുന്ന് കഴിക്കാതിരിക്കും, വീണ്ടും പനി അതിന്റെ ഉച്ചസ്ഥാവസ്ഥയിലാണ്. നമ്മൾ ആ ചികിത്സ തെറ്റാന്ന് കരുതില്ലേ? പ്രമേഹത്തിൽ മാത്രം അങ്ങനെ കരുതത്തില്ല. നമ്മള് 120 ഫാസ്റ്റിംഗ് കാണിക്കുന്ന ആളിന് മരുന്ന് എടുത്തു തുടങ്ങുന്നു. ഇന്നടക്കം ചികിത്സാ പദ്ധതിയാണ് ഞാൻ പറയുന്നത്. അവനൊരു 1 വർഷമോ 2 വർഷമോ മെഡിസിൻ കഴിക്കുന്നു. മെഡിസിൻ കഴിച്ചിട്ട് 2 ആഴ്ച നിർത്തി വെച്ചിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ 250 ചെന്നാലും ഈ ചികിത്സാ പദ്ധതി തന്നെ തുടരുക. അത് എന്ത് തലച്ചോറിന്റെ ഭാഗമായിട്ടാ, എന്ത് ചിന്തയുടെ അടിസ്ഥാനത്തിൽ? നമ്മൾ വെറും പനി ആയാൽ പോലും ആ ചികിത്സാ പദ്ധതി മാറ്റും. എനിക്ക് ആ ചികിത്സാ പദ്ധതി പിടിക്കുന്നില്ലെന്ന് കരുതും. പക്ഷെ ഇതെന്താ? ജീവിത അവസാനം വരെ കഴിച്ചോളാൻ പറയുക. യഥാർത്ഥത്തിൽ നടക്കുന്ന എന്താ? ആ ഗ്ലാൻഡിന് എന്തോ പ്രശ്നം വന്നിരിക്കുന്നു എന്നെങ്കിലും കരുതണമല്ലോ. അതിനൊരു ചികിത്സ വേണ്ടേ? എന്റെ പാൻക്രിയാസിന് എന്തോ പ്രശ്നം വന്നിരിക്കുന്നു, അല്ലെ ബോഡിക്ക് എന്തോ പ്രശ്നം വന്നിരിക്കുന്നു. ആ ബോഡിയുടെ ഉൽപ്പന്നം, ആ പാൻക്രിയാസിന്റെ ഉൽപ്പന്നമാണല്ലോ ഇൻസുലിൻ. ആ ഇൻസുലിൻ പുറത്തുനിന്ന് കൊടുത്താൽ മതിയോ? അപ്പൊ പാൻക്രിയാസിന് വന്ന സംഭവിച്ച പ്രശ്നം അവിടെ ഇരുന്നോട്ടെന്നാണോ? ആ പാൻക്രിയാസിനെ അല്ലേ ചികിത്സിക്കേണ്ടത്? പാൻക്രിയാസിനാണ് പ്രശ്നം വന്നതെന്ന് പറയുന്ന മോഡേൺ മെഡിസിന്റെ മുഴുവൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ഇനി എടുക്കുക, മൊത്തം എടുക്കുക, അഡ്മിറ്റ് ചെയ്യുന്നു. അത് മൊത്തം അഡ്മിറ്റ് ചെയ്താൽ പോലും ചികിത്സ വൈകല്യം അല്ലേ? ആ പാൻക്രിയാസിനെ ചികിത്സിക്കണ്ടേ? ചികിത്സയില്ല, പാൻക്രിയാസിന് ചികിത്സയില്ല. ഈ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ഞാൻ ഉണ്ടാക്കി തരാമെന്നാ പറയുന്നത്. അതെങ്ങനെ ചികിത്സയാവും? അപ്പൊ ഈ പാൻക്രിയാസ് സംഭവിച്ച നാശം കൂടി കൂടി വരികയല്ലേ ഉള്ളൂ. അതല്ലേ സംഭവിക്കുന്നത്. ഫലത്തില് ഇതിനെ മറികടക്കാൻ ചെയ്യേണ്ടത് പ്രമേഹം ഉണ്ടാകാതിരിക്കാനുള്ള ജീവിത ശൈലിയിലേക്ക് കടക്കാനുള്ള. അതിന് വേണ്ടത് എന്താ? നമ്മുടെ നാട്ടിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണം കഴിക്കാൻ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുക. അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്ന കൂട്ടത്തിൽ അല്പം കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്ന മാതാപിതാക്കൾ, കൂടുതലും സ്ത്രീകളാണ്, മാതാവാ കൂടുതലും അത്തരത്തില് ഈ കുട്ടികളെ ഇത്തരത്തിലുള്ള ആരോഗ്യകാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടവര്. പൊതുവെ പിതാക്കന്മാരൊക്കെ അധ്വാനിക്കാൻ പോകുന്ന ആളുകളായിരിക്കും സാധാരണക്കാരുടെ അവസ്ഥയിൽ. രണ്ടുപേരും ജോലിയുള്ള മിഡിൽ ക്ലാസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ലോ ക്ലാസ്സിൽ കൂടുതലും പിതാവായിരിക്കുമല്ലോ അധ്വാനിക്കാൻ പോകും. അമ്മയാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിന് അമ്മമാർക്ക് വായനയോ അറിവോ ഇല്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. എഡ്യൂക്കേറ്റഡാ. അവരോട് ചോദിച്ചാൽ അവർ MA BA ഒക്കെയാ, അല്ലെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചവരാ. പക്ഷേ ആരോഗ്യ കാര്യത്തില് അറിവില്ല. ഇതാണ് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇതാ, സ്ത്രീകളുടെ ആരോഗ്യ കാര്യത്തിലുള്ള അറിവില്ലായ്മയാണ് ഈ
ഫുഡ് ചേഞ്ചിലേക്കും ഈ കുട്ടികളുടെ ആരോഗ്യമില്ലായ്മയിലേക്ക് നയിക്കുന്നത്. ഒരു അടുക്കളയിൽ പാചകം ചെയ്യുന്നത് തന്നെ എന്താ, പഴയ അമ്മമാർ പാചകം ചെയ്യുമ്പോൾ ഇപ്പോൾ അവിയൽ തന്നെ വയ്ക്കുക. അവിയലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒത്തിരി വെജിറ്റബിൾസ് കൂട്ടിച്ചേരുന്നത്. അപ്പോൾ അതിന് ടോക്സിൻ ഉണ്ടാവും, ഇതെല്ലാം കൂടെ മിക്സ് ആവും. അതിനെ ഹനിക്കാൻ വേണ്ടി അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കും, പച്ച വെളിച്ചെണ്ണ പച്ചയ്ക്ക് ഒഴിക്കും, വാങ്ങി വെച്ചിട്ട് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് ഒഴിക്കും. എങ്കിൽ വെളിച്ചെണ്ണ തിളച്ച അതിൻ്റെ വിഷത്തെ ഹരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. അതുകൊണ്ട് പച്ചയ്ക്ക് തന്നെ ഇത് ഒഴിക്കും, ആ ടോക്സിനെ ഇല്ലാതാക്കാൻ എന്ന് പറയുന്ന ഒരു അടുക്കളയുടെ ഒരു സയൻസ് ഉണ്ട്, ഒരു ശാസ്ത്രമുണ്ട്. ആ സയൻസ് അല്ലല്ലോ ഇന്നിപ്പോ. അവിയൽ വേവിച്ച് വെച്ചിട്ട് അതിനകത്ത് എങ്ങനെ മീനും കൂടെ ചേർത്ത് അവിയലാക്കാം. മീൻ കഴിക്കുന്ന മോശമൊന്നല്ല, പക്ഷെ മീൻ കഴിക്കുമ്പോൾ ഇത് അവിയലിലൂടെ ചേർത്ത് കഴിക്കണമെന്ന് ചിന്തിച്ച് അതാണ് ടേസ്റ്റ് എന്ന് പറയുന്ന യൂട്യൂബ് നോക്കിയിട്ടോ അതിനകത്ത് നോക്കിയിട്ട് വെക്കുന്ന ഒരു ഫുഡിന്റെ ഒരു രീതിയുണ്ട്. ഇതാണ് കുട്ടികൾ കഴിക്കുന്നത്. അപ്പൊ ഈ ആരോഗ്യ സംസ്കാരം ഇല്ലാതെ ഭക്ഷണ സംസ്കാരം മാറി. അത് ഈ പ്രമേഹത്തിന്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്നാണ്. നമുക്ക് ദഹിക്കുന്ന, നമ്മുടെ സ്വരവും, നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ സാഹചര്യത്തിൽ കിട്ടുന്ന, നമ്മുടെ ചുറ്റുപാടിൽ കിട്ടുന്ന നല്ല ഫുഡുണ്ട്. അരി തവിട് ഒരുപാട് കളയാത്ത നമ്മുടെ നാടൻ അരി പ്രമേഹത്തിനെ പ്രതിരോധിക്കാൻ ഏറ്റവും മെച്ച. അത് പിന്നെ ഈ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, ദരിദ്രന്റെ പ്രമേഹം മാറുന്നതിന് വരിനെല്ല് പറക്കി, ഈ കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള വയലിൽ വീണ് കിടക്കുന്ന നെല്ല് പറക്കി അതുകൊണ്ട് കഞ്ഞി വെച്ച് കുടിച്ചാൽ പ്രമേഹം കുറയുന്ന കാര്യം. ഇച്ചിരി കുനിയും നൂരിയും ചെയ്യും, ഈ അരിയിലെ തവിട് ഗുണം ചെയ്യും, ഇങ്ങനെയൊക്കെ ഓർത്തിട്ടാ. അല്ലാതെ അപ്പൊ കുറച്ച് സമയം വയല് ചെറിയ വെയിൽ കൊള്ളും, വിയർക്കും, ഇതെല്ലാം കൂടെ ചേർത്ത വരിനെല്ല് പറക്കി കഞ്ഞി വെച്ച് കുടിച്ചാൽ പ്രമേഹം കുറയും എന്ന് പറയുന്നത്. അല്ലാതെ അതിന്റെ അതിന്റെ അകത്ത കാര്യം കണ്ടിട്ട് പറയുന്നത്, അല്ല പുറത്ത് നോക്കി പറയുന്നതല്ല. അപ്പൊ ഈ നാടൻ അരി നല്ലതാ, ഈ തവിടുള്ള അരി നല്ലതാ. അത് നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് വെളുത്തരിയാ ഇഷ്ടം. വെളുത്തരി വെളുപ്പിക്കുന്ന എങ്ങനെയാണെന്ന് രീതിയിൽ പറയാൻ സമയമില്ലല്ലോ നമുക്ക്. അതൊക്കെ അത് തന്നെ ഇത് സമൂഹത്തിലല്ല, ഇപ്പൊ അറിവ് കയ്യിലാണല്ലോ, അടിച്ചു നോക്കി അറിയാലോ ഈ വെളുത്തരി എങ്ങനെയാ വെളുത്ത് ഇത്ര പോളിഷ്ഡ് ആയി വരുന്നതെന്ന് അറിയാമല്ലോ. അറിയാനുള്ള സാഹചര്യം ഇന്നിപ്പോ മൊബൈൽ അടിച്ചു നോക്കിയാൽ കിട്ടുമല്ലോ, ഗൂഗിൾ അടിച്ചു നോക്കിയാൽ കിട്ടും. ഇന്ന് അറിവ് ആർക്കും പറഞ്ഞു കൊടുക്കണ്ടല്ലോ, അറിവെല്ലാം കയ്യിലിരിക്കല്ലേ. പക്ഷെ ഇത് എടുക്കുന്നില്ലെന്നുള്ളതാണ്. എടുക്കുന്നെങ്കിൽ മോശപ്പെട്ടതായിരുന്നു. ഇതൊന്നും മനസ്സിലാക്കാൻ സമൂഹം തയ്യാറാവുന്നില്ല. നമ്മുടെ ചുറ്റുപാടും കിട്ടുന്ന നല്ല ഫുഡ്, ഇലക്കറികൾ, കാരണം നോൺ വെജ് എല്ലാം പാടെ ഉപേക്ഷിക്കണം എന്നല്ല. നോൺ വെജൊക്കെ ഒരു കറിയായിട്ട് ഉപയോഗിക്കാം, ഇതൊരു ആഹാരമായിട്ട് ഉപയോഗിക്കുക. അത് സമൂഹത്തിനും പുലിക്കുമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, സാധാരണ മനുഷ്യർ പറഞ്ഞിട്ടുള്ളതല്ല. ആഹാരമായിട്ട് മാംസം ഉപയോഗിക്കാം. നമുക്കിതൊരു കറിയായിട്ടോ ഒരു പോഷകാഹാരം കിട്ടാനുള്ള സാധനമായിട്ടോ ഒക്കെ അതിനെ കാണാം. ഇതങ്ങനെയല്ല. അതുപോലെ ഇറച്ചി ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് തൈര് ചേർത്ത് ഉപയോഗിക്കാൻ പഠിക്കുക. ഇത് കഴിച്ചാൽ എങ്ങനെ ശരീരത്തിന് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ശരീരത്തിന് ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ആ ഡൈജഷന് വരുന്ന പ്രശ്നം ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ മൊത്തം ബാധിക്കും. ശരീരത്തിനുള്ളിലെ മർദ്ദത്തിന് വ്യത്യാസം വരും, പ്രമേഹ രോഗികളുണ്ടാക്കും. ഒരു സംശയമില്ല. അല്പവ്യായാമവും നല്ല ആഹാരങ്ങൾ കഴിക്കുകയും നമ്മുടെ ചുറ്റുപാടും മനുഷ്യന് പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും. ഈ പാല് ഒന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള ഫുഡല്ല, അതതിന്റെ പശുവിന്റെ കുട്ടിക്ക് വന്നിട്ടുള്ളതാണ്. ഒരു മരുന്നായി ഔഷധമായി ഉപയോഗിക്കാം. അതൊരു ഭക്ഷണമാകുന്നിടത്ത പ്രശ്നം. എല്ലാം ഒന്നും ഉപയോഗിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇറച്ചി ഉപയോഗിക്കാം, അതൊരു കറിയായിട്ട് ഉപയോഗിച്ചു, അതൊരു ഭക്ഷണമാക്കാതിരിക്കും. അതാണ് മെയിൻ ഫുഡ് എന്ന് പറയുന്നിടത്ത് പ്രശ്നം ആരംഭിക്കുക. പാല് കഴിക്കാം, ഒരു ഔഷധത്തിന്റെ രൂപത്തിൽ അതിനെ ഉപയോഗിക്കാം. അതേസമയം അതൊരു ഭക്ഷണമാക്കി മാറ്റുക, അതൊരു പ്രോട്ടീൻ കലവറയാണ്, ശരിക്ക് കഴിച്ചാൽ ഗുണം ഉണ്ടാവും എന്ന് എഴുതി അത് ദഹിപ്പിക്കാത്ത സാധനം അതിന്റെ പശുക്കുട്ടിയുടെ വയറ്റിലേ ഉള്ളൂ, നമുക്കില്ല. അപ്പൊ ഇതിന്റെ കൊളസ്ട്രോൾ നമുക്ക് ദഹിച്ചു വരില്ല. പശുമ്പാലിന് അടങ്ങിയിട്ടുള്ള കൊളസ്ട്രോൾ നമുക്ക് ദഹിക്കാൻ പാടാണ്. അപ്പൊ ഇത് അവിടെ ആമാശയത്തിന്റെ ആമാവസ്ഥയിലേക്ക് കൊണ്ടുപോവുക, രോഗങ്ങളെ സൃഷ്ടിക്കുക. ഇതുപോലെ തിന്നിലടച്ചതും പ്രിസർവേറ്റീവ്സ് കലർന്നുമായ ഫുഡ്സ്, ഒട്ടും ശരീരം അനങ്ങാതെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ല ജീവിതം എന്ന് കരുതുന്ന രീതി. ഇതാണ് പ്രമേഹ രോഗം ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒഴിവാക്കിയാൽ പ്രമേഹം മാറുമെന്ന് ഉറപ്പാണ്. ഒരു കാര്യം പറയാജിത്തെ, സ്വാഭാവികമായിട്ട് നമ്മൾ ഈ യൂറോപ്യൻ സമൂഹമാണല്ലോ ഈ കണ്ടുപിടുത്തം, മോഡേൺ മെഡിസിൻ്റെയൊക്കെ അല്ലെങ്കിൽ മോഡേൺ സയൻസിൻ്റെയൊക്കെ എഞ്ചിനീയറിംഗ് മൊത്തം അവരുടെ കയ്യിലാണല്ലോ. അവര് പറയുന്നത് ഈ കേരളത്തിലേക്ക് ചികിത്സാ പദ്ധതിയാണ്, ഇതാണ് സയൻസ് എന്ന്. നമ്മൾ അതാ സയൻസ് എന്നാ പറയുന്നത്. അവരുടെ കയ്യിലിരിക്കുന്ന സയൻസ് നമ്മൾ പറയുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സയൻസ് എന്നാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, നമ്മുടെ അടുത്തൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായി പറയുന്നത്. അപ്പൊ ഇതിനെ മറികടക്കാൻ എത്രയേ ഉള്ളൂ, നമ്മുടെ 2 തലമുറ മുമ്പ് ജീവിച്ചിരുന്നവർ ജീവിച്ച ഒരു സാഹചര്യമുണ്ട്, അല്ലെ നമുക്ക് മുമ്പ് ഞങ്ങളുടെയൊക്കെ തലമുറയ്ക്ക് മുമ്പുള്ളവർ ജീവിച്ചിരുന്ന സാഹചര്യമുണ്ട്. ഞാനൊക്കെ നന്നായിട്ട് പഴങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്, നന്നായിട്ട്.
സാധാരണ ആളിൽ അന്തം വിട്ടു എന്ന നിലയിൽ പഴങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. പഞ്ചസാര ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ഫാസ്റ്റിങ് ബ്ലഡ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത ഒരു 80-90 ഇടയ്ക്കേ കാണും, ഉറപ്പാണ്. ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ആളല്ല ഞാൻ, ടെസ്റ്റ് ചെയ്താലും ഇത്രയും കാണും. ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ഒരു തവണ ഞങ്ങളുടെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ, അത് ഉറപ്പാണ്. അത് ആ ജീവിത ശൈലിയെ ക്രമീകരിക്കുന്നുണ്ടാണ്. ആരോഗ്യം എന്ന് പറയുന്നത് വില കൊടുത്താൽ മേടിക്കാൻ കിട്ടുന്ന ഒന്നല്ല, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കേണ്ട സാധനം. അതിന് ഒരുപാട് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. എന്തൊക്കെ കഴിച്ചുകൂടാ എന്ന് തീരുമാനിച്ചത്, എങ്ങനെ ജീവിച്ചുകൂടാ എന്ന് തീരുമാനിച്ചത്. മെയ്യനങ്ങാതെ ജീവിക്കണം. വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കോളനി ജീവിതത്തിന്റെ ഭാഗമായിട്ട്, നമ്മൾ കോളനിവൽക്കരിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ വൈറ്റ് കോളർ ജോബ് വലിയ സംവിധാനമായിട്ട് നമ്മൾ കാണുന്നത്. അത് ഒരു ബ്രിട്ടൻ ഇവിടെ ഒന്ന് ഭരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ വൈറ്റ് കോളർ ജോബിനെ ഇങ്ങനെ, വൈറ്റ് കോളർ ജോബ് എന്നൊരു ജോബേ കാണില്ല. എല്ലാവരും അധ്വാനിക്കുന്നവരും ആ മേഖലയെ കൈകാര്യം, അവർക്കറിയാവുന്ന മേഖല ഭംഗിയായി കൈകാര്യം ചെയ്യുന്നവരുമായി മാറിയത്. അതേസമയം നമ്മൾ കാണുന്നത് ബ്രിട്ടീഷുകാരൻ്റെ കണക്ക് ജീവിക്കുന്നതാണ് ശരിയെന്നല്ലേ. ഇപ്പോഴും നമ്മുടെ കോടതിയിലേക്ക് ചെന്നാൽ ഇപ്പോഴും ബ്രിട്ടന്റെ അവശിഷ്ടം കിടക്കല്ലേ. കോടതിയിലെ ഡ്രസ്സിങ് കണ്ടിട്ടില്ലേ? ഇവിടത്തിന് പറ്റിയ ഡ്രസ്സാണോ? നമ്മുടെ കേരള സമൂഹത്തിന് പറ്റിയ ഡ്രസ്സിങ് രീതിയാണ്. ഉദ്യോഗസ്ഥരെ മൊത്തത്തിൽ നോക്ക്, യൂണിഫോമുകൾ നോക്ക്, ഈ കേരള സമൂഹത്തിന് പറ്റിയ യൂണിഫോമുകളാണോ? അല്ല. അവര് തുണി കൊടുക്കാൻ നടക്കണമെന്നല്ല പറയുന്നത്, പക്ഷെ കേരള സമൂഹത്തിന് പറ്റിയതാണോ? അതാ പ്രശ്നം. ഒരു കുടിസുമുറിയിൽ കറുത്ത ഗൗണും അതിൻ്റെ അകത്ത് കോട്ടും ഒക്കെ ഇട്ടുകൊണ്ട് കേരളത്തിൽ ജീവിക്കാൻ വലിയ പാടാ. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ നിയമങ്ങളെ വ്യവഹരിക്കുന്ന കോടതികൾ പോലും അതിൽ നിന്ന് മോചിതരായിട്ടില്ല. ഏതാ കോളനി വാഴ്ചയിൽ നിന്നും മോചിതരായിട്ടില്ല. ഈ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർ ദീർഘകാലം, നേരത്തെ വൈദ്യൻ പറഞ്ഞ പോലെ ദീർഘകാലം മരുന്ന് കഴിക്കുന്നു. പക്ഷെ ആ മരുന്ന് കഴിച്ചിട്ട് ആ മരുന്ന് കഴിച്ച് തുടരുമ്പോഴും അവർ ഈ പ്രമേഹത്തിൽ നിന്ന് തിരിച്ചു വരുന്നില്ല. ആ രോഗം ഭേദമായി പ്രമേഹത്തിൽ നിന്ന് തിരിച്ചു വരുന്നവരുടെ എണ്ണം നമ്മൾ പരിശോധിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. ഈ പ്രമേഹ രോഗികളുടെ കാര്യത്തിൽ അവർ തിരിച്ചു വരുന്ന ആളുകളുണ്ട്. അത് മോഡേൺ മെഡിസിന്റെ കാര്യത്തിൽ തുലവും കുറവാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അത് അത്തരത്തിലൊരു ചികിത്സാ പദ്ധതി, ആ ഗ്ലാൻഡിനെ ചികിത്സിക്കുന്ന ഒരു ചികിത്സാ പദ്ധതി ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിന് ചികിത്സ വേണ്ടത് ഈ ശരീരത്തിലെ എമ്പാടും ചികിത്സയുടെ, അതായത് നമ്മുടെ ശരീരത്തിലെ വായുവിന്റെ നിലയ്ക്ക് വരുന്ന, അത് മർദ്ദത്തിന് വരുന്ന വ്യത്യാസം, ആ മർദ്ദം ശരിയാക്കപ്പെട്ട പ്രമേഹം മാറുന്നവരുണ്ട്. എല്ലാവർക്കും മാറുമെന്നല്ല. അതിന് രോഗി കുറെ കഷ്ടപ്പെടുകയും കൂടെ ചെയ്യണം. അവര് കഷ്ടപ്പാടെന്താ, അതൊരു വലിയ കഷ്ടപ്പാടൊന്നുമല്ല. കഴിഞ്ഞ തലമുറയൊക്കെ ജീവിച്ചിരുന്ന ഒരു ജീവിത ശൈലിയുണ്ട്. അതുകൊണ്ട് ഗുഹയിൽ പോയി ജീവിക്കണോ വനാന്തരങ്ങളിൽ പോയി ജീവിക്കണമെന്നും അല്ല. കുറച്ചും കൂടി നമ്മളെ ഈ ഫെസിലിറ്റീസുകളെ യൂസ് ചെയ്യുന്ന രീതി ഒന്ന് കുറയ്ക്കണം. നമുക്ക് ചൂട് അധികരിച്ചാൽ ഫാൻ ആവശ്യമാണ്. ചുമ്മാതിരുന്നാലും ഫാൻ വേണമെന്ന് പറയുന്നത് ഒരു ഗുണകരമല്ല. പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുക, അതാണ്. അങ്ങനെ ജീവിക്കാൻ പറ്റും. ഇവിടുത്തെ ജീവികളല്ല അങ്ങനെയാന്നേ ജീവിക്കുന്നത്. ഈ പ്രകൃതിയിലുള്ള മുഴുവൻ ജീവിയും പ്രകൃതിയിലോട് ഇണങ്ങിച്ചേർന്നാ ജീവിക്കുന്നേ. നമ്മളേ ഉള്ളൂ പുറത്ത് വെയിലടിക്കുമ്പോൾ അകത്ത് തണുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. മുറിക്കകം തണുപ്പായിരിക്കണം. ഒരു പുറത്തെ വെയിലിൽ നിന്ന് അകത്തോട്ട് കയറി ചെല്ലുന്നത്. ഈ പ്രകൃതിയിൽ നിന്ന് വിരുദ്ധമായി നിന്നുകൊണ്ട് ഈ പ്രകൃതിയിൽ നിലനിൽക്കാൻ കഴിയില്ല. ഈ പ്രകൃതിയോട് ഫൈറ്റ് ചെയ്തുകൊണ്ട്, അല്ലെ പ്രകൃതിക്ക് എഗൻസ്റ്റായി നിന്നുകൊണ്ട് ഈ പ്രകൃതിയോട് ജീവിക്കാൻ കഴിയില്ല. ഈ പ്രകൃതിയിൽ സുന്ദരമായി ജീവിക്കാൻ കഴിയും. ജീവിക്കാൻ പറ്റും, ജീവിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും. പക്ഷേ സുഖസുന്ദരമായി ജീവിക്കാൻ കഴിയില്ല. അത് പിന്നെ ആയുർവേദം തന്നെ പറയുന്നുണ്ടല്ലോ, ആയുഷ്കാമ യമാനേന ധർമാർത്ഥ സുഖ സാധനം ആയുർവേദ ഉപദേശേഷു വിധേയ പരമാതര. ആയുഷ്കാമ യമാനേന ധർമാർത്ഥ സുഖ സാധനം എന്ന ആയുസ്സും യമനിയമങ്ങൾ അനുസരിച്ചുള്ള അങ്ങനെ ആ രീതിയിലുള്ള സുഖകരമായ ജീവിതം അനുഭവിക്കണമെങ്കിൽ എന്ന് ആയുർവേദ ഉപദേശേഷു വിധേയ പരമാതര. ആയുർവേദത്തിന്റെ ഉപദേശം പരമമായി വിധേയപ്പെട്ട് കേൾക്കാനാണ് പറയുന്നത്. അല്ലാതെയും ജീവിക്കാന്ന ആയുഷ്കാമ യമാനേന ധർമാർത്ഥ സുഖ സാധനമല്ലോ പറ്റാത്തവർ. ജീവിച്ചു പോകുമ്പോൾ ഇങ്ങനെ വരും. കാലിന് നീര് വരും, പ്രമേഹം വരും, പിന്നെ ലൈംഗിക ശേഷിക്ക് കുറവ് വരും, മാനസിക അസ്വസ്ഥതകൾ വർദ്ധിക്കും. ഇതൊക്കെ ഒരു പ്രശ്നമാണല്ലോ നമുക്ക് എല്ലാം. അതല്ലേ ആയുഷ്കാമ യമാനേന എന്ന് പറഞ്ഞ്. അതെ. അപ്പൊ ഈ പ്രമേഹ രോഗികൾ ഭക്ഷിക്കേണ്ട ഈ പഴവർഗ്ഗങ്ങൾ ഏതൊക്കെ തരം? ഈ പഴങ്ങളെ സംബന്ധിച്ചുള്ള ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ ചുറ്റുപാടുള്ള പഴങ്ങളാണ് നമുക്ക് നല്ലത്. വാഴപ്പഴവും ഈ ചക്കയും മാങ്ങയൊക്കെ നമുക്ക് പറ്റിയത്. ഇതൊക്കെ കഴിക്കാവുന്നതാണ്. ഇതൊന്നും പ്രമേഹ രോഗാവസ്ഥയിൽ ഈ പഴങ്ങളങ്ങ് ഒരുപാട് ഉപയോഗിക്കരുന്നേ ഉള്ളൂ. ഒരു രോഗി 2-3 പഴം കഴിച്ചാൽ അവൻ ശരിയായ നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ, ഈ ചികിത്സയ്ക്ക് വിധേയപ്പെടുന്ന നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനത് വലിയ പ്രശ്നമൊന്നും മാറില്ല.
ഒരു ചികിത്സയ്ക്കും വിധേയപ്പെടാത്തവർ ഇതും കേട്ടിട്ട് പോയി പഴം കഴിക്കരുന്നേ ഉള്ളൂ. അതെ. ഞാൻ പറയുന്നത് കേട്ടിട്ട് ഉം. അങ്ങനെ പോയി പഴം കഴിച്ചുകൂടല്ലോ. ഇഷ്ടം പോലെ പഴം കഴിച്ച് കുഴപ്പമാവരും. ഏത് വാഴപ്പഴമൊക്കെ കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ ആദ്യം അത് സൂചിപ്പിച്ചത് ഈ ചക്കയൊക്കെ നന്നായിട്ട് ചക്കപ്പഴമൊക്കെ കഴിച്ച ആളുകളെ ഞാൻ കൊണ്ട് കാണിച്ചു തരാം, ഒരു കുഴപ്പമില്ലാതിരിക്കുന്നവരെ. അവരുടെ ഷുഗർ റേഞ്ച് കുറഞ്ഞു വന്നത് അവർ ബോധ്യപ്പെട്ടിട്ടുള്ളവർ. അപ്പം നമ്മുടെ ചുറ്റുപാടും കിട്ടുന്ന ഏറ്റവും നല്ല ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ നമ്മൾ വിളയിച്ചെടുത്ത ഈ മായം ചേരാത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ ശീലിച്ചാൽ തന്നെ ഒരു പരിധിവരെ പ്രമേഹത്തെ അയച്ചു നിർത്താൻ കഴിയും. ഈ ഇൻസുലിൻ സ്ഥിരമായി എടുക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയല്ലേ? എന്ന് പറഞ്ഞാൽ മോഡേൺ മെഡിസിൻ അംഗീകരിക്കത്തില്ലല്ലോ. അംഗീകരിക്കില്ല. അത് പറഞ്ഞാൽ അവരുടെ സയൻസിനെതിരെയാ പറയുന്നത് പറഞ്ഞാൽ. അതെ. അതുകൊണ്ട് അധികം അങ്ങോട്ട് കിടക്കുന്നില്ല. പക്ഷെ അതൊരു നല്ല ചികിത്സയാണോ എന്ന് സമൂഹവും അവരും ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഇതാണോ യഥാർത്ഥത്തിൽ നല്ല ചികിത്സ എന്ന് ഇത് ചികിത്സ നിശ്ചയിക്കുന്ന ആളുകളും ചികിത്സയ്ക്ക് വിധേയപ്പെടുന്നവരും ഒന്നും കൂടെ ആലോചിക്കേണ്ടത് സാഹചര്യമാണ്. എന്തായാലും പ്രമേഹത്തെക്കുറിച്ച് നല്ലൊരു പഠനം സമൂഹത്തിന് ആവശ്യമാണ് എന്നാണ് വൈദ്യൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് കുട്ടിക്കാലം മുതൽ തന്നെ അതെ, പ്രമേഹം അതെ. വരാതിരിക്കുവാനും രോഗപ്രതിരോധ ശേഷി നേടുന്നു പോകാനും ഒക്കെ ഉള്ള ഒരു പഠനം, ആരോഗ്യകരമായ ഒരു പഠനം സ്കൂളിൽ നിന്ന് തുടങ്ങണം. ആരോഗ്യ പഠനം, ആരോഗ്യം സ്കൂളിൽ നിന്ന് തുടങ്ങണം. അത്തരത്തിലൊരു പാഠ്യ പദ്ധതി ഉണ്ടാവണം. അതെ അതെ. ഇത് പറ്റിക്കപ്പെടുന്ന മരുന്ന് മാഫിയക്ക് വേണ്ടി ഇവിടെ നമ്മൾ പണിയെടുക്കുന്ന ഒരു അവസ്ഥയിൽ എത്തപ്പെടുന്നു. നമ്മുടെ ജോലി ചെയ്ത് ഉണ്ടാവുന്ന അധ്വാനം നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുന്നതിന് പകരം മരുന്ന് മാഫിയക്ക് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത്. ഇപ്പൊ പോകുന്നുണ്ടെന്നാ എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത്. ശരി. ചാനൽ 30യുടെ പുതിയ അപ്ഡേഷനുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.